ഗായ്സ് വെൽക്കം ടു മെഡ് ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാർബണേറ്റീവ് ആൻഡ് ജി റെഗുലേറ്റേഴ്സിന്റെ പാർട്ട് 2 ആണ്. നമുക്കിതിനകത്ത് ഏകദേശം 5 ഡ്രഗ്സുകൾ വരുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് അജോവയാണ്, ട്രൈക്കോസ്പെർമം അമ്മിയാണ്. സോ സിനോണിം പറയുവാണെങ്കിൽ ട്രൈക്കോസ്പെർമം കോപ്റ്റിക്കം അല്ലെങ്കിൽ കാറം കോപ്റ്റിക്കം അല്ലെങ്കിൽ ബിഷപ്പ് സ്വീഡ് അല്ലെങ്കിൽ തൈമോൾ സീഡാണ്. സോ ബയോളജിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ഓഫ് ദി പ്ലാന്റ് ട്രൈക്കോസ്പെർമം അമ്മിയാണ്. ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ്, മറന്നു പോകണ്ട കേട്ടോ. സോ ഫാമിലി അംബിലിഫറെ. നേറ്റീവ് പറയുവാണെങ്കിൽ ഈജിപ്റ്റ് ആണ്. ഇന്ത്യയിൽ കൾട്ടിവേറ്റിന് ഗുജറാത്ത്, രാജസ്ഥാൻ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, പാകിസ്ഥാൻ ഒക്കെയാണ്. ക്രോപ്പ് റാബി ക്രോപ്പ് കൈൻഡ് ആണ്. റാബി ക്രോപ്പ് ആണ് ഈ പിക്ചർ കാണുന്ന പോലെ തന്നെയാണ് ഉള്ളത്. സോ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ യെല്ലോ ബ്രൗൺ ആണ്. ഓർഡർ നമുക്ക് കുഴപ്പമില്ല, ഗ്രിഡബിൾ ആണ്, അറോമാറ്റിക് ആണ്. വാം ലൈക്ക് തൈമോൾ പോലെ നമുക്ക് വാം ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വാം ഫീലിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഷേപ്പ് ക്രീമോ കാപ്സ് ആണ് കേട്ടോ. സോ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ 2-4% വോളറ്റൈൽ ഓയിൽ ഉണ്ട്. മെയിൻ കോൺസ്റ്റന്റ് നമ്മൾ തൈമോൾ പറഞ്ഞതുപോലെ തന്നെ തൈമോൾ ഉണ്ട്, പീസൈമീൻ ഉണ്ട്, ടെർപ്പിനൈൻ ഉണ്ട്, പൈനീൻ ഉണ്ട്, ഡൈ ടെർപീൻസ് ഉണ്ട്. പിന്നെ ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ഇസ് ഡ്യൂ ടു തൈമോൾ ആൻഡ് വോളറ്റൈൽ ഓയിൽ. അപ്പം നമുക്ക് ഈ ഒരു അറോമാറ്റിക് വാം ലൈക്ക് തൈമോൾ ടേസ്റ്റ് കിട്ടുന്നത് തൈമോൾ തന്നെയാണ്. പിന്നെ വോളറ്റൈൽ ഓയിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു രുചിയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വോളറ്റൈൽ ഓയിൽ ഉണ്ടെന്ന് നോക്കുക, തൈമോൾ ഉണ്ട്, പീസൈമീൻ ഉണ്ട്, ടെർപ്പീൻ ഉണ്ട്, പൈനീൻ ഉണ്ട്, ഡൈ ടെർപീൻസ് ഉണ്ടെന്ന് നോക്കുക. യൂസ് ആൻറ്റിസ്പാസ്മോഡിക് കാർബണേറ്റീവ് സ്റ്റിമുലൻ്റ് ആണ്. സോ നമ്മുടെ പ്രൈമറി യൂസുകളെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. സെക്കൻഡറി യൂസിന് ബാക്കിയെല്ലാം ത്രോട്ട്, ബ്രോങ്കിയൽ റിലീഫാണ്. പിന്നെ ഓയിൻമെൻറ്റ്, ലോഷൻ ഉപയോഗിക്കാറുണ്ട്. ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഫംഗൽ, ഇൻസെക്ടിസൈഡ്, ആൻറ്റി എന്തൽമെൻറ്റിക് ആണ്. മൗത്ത് വാഷ്, ടൂത്ത് പേസ്റ്റിന്, ഗാർഗിളിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് ഡിസ്ഇൻഫെക്റ്റൻറ്റ് സോപ്പിൽ ഉപയോഗിക്കാറുണ്ട്. ഭയങ്കര സിമ്പിൾ ഡ്രഗ് ആണ് കേട്ടോ. സോ എന്താണ് ആ സോഴ്സും ആ ഒരു കെമിക്കൽ കോൺസ്റ്റൻസും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതിയാവും. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ബ്ലാക്ക് പെപ്പർ. ഇതുവരെയായിട്ടും ചോദിച്ച് കാണാത്തൊരു ഡ്രഗാണ് ബ്ലാക്ക് പെപ്പർ കേട്ടോ. സോ പൈപ്പർ നൈഗ്രമാണ്. പെപ്പർ, പൈപ്പർ നിഗ്രം അല്ലെങ്കിൽ മറീച്ച എന്നൊക്കെയാണ് ഇതിൻ്റെ സിനോണിം പറയുന്നത്. സോ ബയോളജിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ഡ്രൈഡ് അൺഡ്രൈഡ് ഫ്രൂട്ട് ഓഫ് പെരനിയൽ ക്ലൈംബിംഗ് വൈൻ പൈപ്പർ നൈഗ്രം. മറന്നു പോകരുത്, ഇതൊരു പെരനിയൽ ക്ലൈംബിംഗ് ആണ്, വൈൻ പൈപ്പർ നൈഗ്രമാണ്. മറന്നു പോകല്, അൺറൈപ്പ് ഫ്രൂട്ട് ആണ്, അതും കൂടെ ആലോചിക്കാം. ഫാമിലി പൈപ്രേസി അല്ലെങ്കിൽ പിപ്രേസി എന്ന് പറയാം. സോ നേറ്റീവ് ടു സൗത്ത് ഇന്ത്യ ആണ്. കൾട്ടിവേറ്റ് ഇൻ ദി വെർജിൻ സോയിൽ റിച്ച് ഇൻ ഹ്യൂമസ് ആൻഡ് പ്രിഫറബിളി ക്ലേ. സോ ഹ്യൂമസ് നല്ല വളക്കൂറുള്ള മണ്ണിലൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലേ ഒക്കെ ഉള്ളത്. ഇത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സോയിലാണ് ഇവർക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ആക്കുന്നത്. സോ കളർ ബ്ലാക്കിഷ് ബ്രൗൺ ഓർ ഗ്രേയിഷ് ബ്ലാക്ക് ആണ്. കളർ അറിയാമല്ലോ, കുരുമുളകിൻ്റെ കളർ നമുക്കറിയാം. അരോമാറ്റിക് ആണ്, നല്ല പഞ്ചന്റ് സ്മെല്ലാണ്. അത് മാത്രമല്ല ട്യൂബുലർ എപ്പിഡെർമൽ സെൽസ് കാണാറുണ്ട്. എന്താണ് ട്യൂബുലർ എപ്പിഡെർമൽ സെൽസ് ഇതിലുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പാരൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് വിത്ത് റെക്ടാങ്കുലർ സ്റ്റോൺ സെൽസ്. അപ്പോൾ നമ്മളിൻ്റെ TS ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ പാരൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ഉണ്ടാവും, അതിനകത്ത് റെക്ടാങ്കുലർ സ്റ്റോൺ സെൽസ് ഉണ്ട്. സോ ഇതൊക്കെ ഐഡന്റിഫിക്കേഷന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുമാത്രമല്ല പെരികാർപ്പ് ആൻഡ് പെരിസ്പെർം കണ്ടെയ്ൻ ഓയിൽ ഗ്ലാൻസ്. പെരികാർപ്പിലും പെരിസ്പെർമിലും ഓയിൽ ഗ്ലാൻസ് ഉണ്ട്. അബണ്ടൻസ് സ്റ്റാർച്ച് ഗ്രെയിൻസും ഉണ്ട് എന്നുള്ളതാണ്. സോ കെമിക്കൽ കോൺസ്റ്റൻസ് പറയുവാണെങ്കിൽ ആൽക്കലോയിഡാണ്, പിപ്പറിനാണ്, ആൻഡ് വോളറ്റൈലുണ്ട്. 1 ഫിനാൻഡ്രീൻ ആൻഡ് കാരിയോഫിലീൻസ് ആണ് കേട്ടോ. സോ ഫെലാൻഡ്രീൻ ആണ്. സോ 1 ഫെലാൻഡ്രീൻ ആൻഡ് കാരിയോഫിലീൻ ആണുള്ളത്. വോളറ്റൈൽ ഓയിൽ പറയുവാണെങ്കിൽ കെമിക്കൽ കോൺസ്റ്റന്റ് എന്താണ്, പൈപ്പറിനാണ് ഉള്ളത്. അത് രണ്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. സോ യൂസ് നമുക്കറിയാം, അരോമാറ്റിക് ആണ്, സ്റ്റൊമക്കിക് ആണ്, സ്റ്റിമുലൻ്റ് ആണ്, കാർബണേറ്റീവ് ആണ്, പിന്നെ കോണ്ടിമെന്റ്സ് ആണ്. നമ്മൾ നോർമലി ഫുഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. സോ പഞ്ചൻ റെസിൻ ആണ്. പിന്നെ പിപ്പറിഡിൻ സ്റ്റാർച്ച് കണ്ടെയ്ൻ പഞ്ചൻ റെസിൻ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, പഞ്ചൻ്റ് ആയിട്ടുള്ള റെസിൻ ഉണ്ട്, ആൻഡ് പൈപ്പറിഡിൻ ആൻഡ് സ്റ്റാർച്ച് ഉണ്ട്. സോ നമുക്കിത് യൂസ് അല്ല, ഇത്രയുമാണ് നമുക്ക് യൂസ് വരുന്നത് കേട്ടോ. സോ ബേസിക്കലി ഈ ഒരു പഞ്ചൻസി കിട്ടാനുള്ള കാരണം റെസിൻ ഉള്ളത് കൊണ്ടാണ്, പഞ്ചൻ്റ് റെസിൻ ഉള്ളത് കൊണ്ടാണ്. ആൻഡ് പൈപ്പറിഡിൻ ആൻഡ് സ്റ്റാർച്ച് കണ്ടെയ്നിങ് കൂടെയാണ്. അതും കൂടെ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതിയാകും. സോ നെക്സ്റ്റ് വൺ ഈസ് കാർഡമം ആണ്. എലക്ടോറിയ കാർഡമോമം ആണ്. സിനോണിം കാർഡമം ഫ്രൂട്ട്, കാർഡമം സീഡ്, സ്മോൾ കാർഡമം എന്ന് പറയാറുണ്ട്. ബയോളജിക്കൽ സോഴ്സ് ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട് ഓഫ് എലക്ടോറിയ കാർഡമം ആണ്. ഫാമിലി സിഞ്ചിപറേസിയ. ഓക്കെ, സോ എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ശ്രീലങ്ക, മ്യാൻമാർ, മലേഷ്യ, ഇന്ത്യയിൽ കർണാടക, തമിഴ്നാടു, കേരളത്തിലാണ് കൂടുതലായി കൾട്ടിവേറ്റ് ചെയ്ത് കാണാറുള്ളത്. കളർ നമുക്കറിയാലോ, ഒരു ഗ്രീൻ പെയിൽ ബഫ് കളറാണ്. പിന്നെ
ട്രീറ്റഡ് വിത്ത് സൾഫർ. നമ്മൾ സൾഫറുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വൈറ്റ് കളർ കിട്ടും കേട്ടോ. അതായത് നമ്മൾ ഇതിൻ്റെ നമ്മൾ പറയുന്ന ഈ കാടമ്പത്തിന് നമ്മൾ സൾഫറുമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ വൈറ്റ് കളർ കിട്ടും. അതൊരു ടെസ്റ്റാണ്. സോ ഓർഡർ അരോമാറ്റിക് എഗ്രഡബിൾ പ്ലസൻറ്റ് ഓർഡർ ആണ്. ടേസ്റ്റ് സ്ട്രോങ്ലി അരോമാറ്റിക് ആണ്, എല്ലാവർക്കും അറിയാം. കെമിക്കൽ കോൺസ്റ്റുവൻ്റ് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഡിസ്ക്രിപ്ഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കെമിക്കൽ കോൺസ്റ്റുവൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വോളറ്റിൽ ഓയിൽ 2 to 8% വിത്ത് സിനിയോൾ ആണ് കേട്ടോ, സിനിയോൾ ആണ്. ആൻഡ് അതർ കമ്പോസിഷൻ പറയുവാണെങ്കിൽ എന്തൊക്കെയുള്ളത്? ടെർപ്പിനൈൽ അസറ്റേറ്റ്, ടെർപ്പിനോള്, ബൊർണിയോള്, ടെർപ്പിനിൻ ആൻഡ് ഫിക്സ്ഡ് ഓയിൽ സ്റ്റാർച്ച് പ്രോട്ടീൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ യൂസ് പറയുകയാണെങ്കിൽ അരോമാറ്റിക് കാർബണേറ്റീവ് സ്റ്റിമുലൻ്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ്. അപ്പോൾ എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്? ടെർപ്പിനൽ അസറ്റേറ്റ്, ടെർപ്പിനോൾ ആൻഡ് ബൊർണിയോൾ ആൻഡ് ടെർപ്പിനൈൻ ആണ്. ഫിക്സ്ഡ് ഓയിൽ സ്റ്റാർച്ച് പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. വോളറ്റിൽ ഓയിൽ 2 to 8% വിത്ത് സിനിയോൾ ആണ് ഉള്ളത്, നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കേഷ്യ സിനമൺ ആണ്. സിനമോമം കേഷ്യ എന്ന് പറയാറുണ്ട്. സിനോണിം പറയുവാണെങ്കിൽ കേഷ്യ ബാക്ക്, ചൈനീസ് സിനമൺ പറയാം. സോ നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് നെയിം തന്നെയാണല്ലോ ബാക്കി ബയോളജിക്കൽ സോഴ്സും വരിക. സോ സിനമോമം കേഷ്യ തന്നെയാണ്. സോ ഡ്രൈഡ് സ്റ്റെം ബാർക്ക് ഓഫ് പ്ലാന്റ്, സിനമോമം കേഷ്യ, ഫാമിലി ലൊറേസി ആണ്. ഫാമിലി എന്താണ്? ലൊറേസി ആണ് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ ഡേർട്ടി ബ്രൗൺ, ഒരു ഭയങ്കര ഒരു മണ്ണിൻ്റെയൊക്കെ ഒരു കളർ ബ്രൗൺ ഉണ്ടാവുക. സോ സ്വീറ്റ് ആണ്, അരോമാറ്റിക് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ആണ്. ടേസ്റ്റ് പറയുകയാണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ട്, എന്നാൽ അരോമാറ്റിക്കും ആണ്. ഷേപ്പ് സിംഗിൾ ക്വിൽസ് ആണ്. നമുക്ക് സിംഗിൾ ക്വിൽസ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലും കേട്ടോ. സോ കെമിക്കൽ കോൺസ്റ്റന്റ് കേഷ്യ ഓയിൽ കണ്ടെയ്ൻ സിനമിക് ആൽഡിഹൈഡ് ആൻഡ് യുജിനോൾ. മറന്നു പോകണ്ട, സിനമിക് ആൽഡിഹൈഡും യുജിനോൾ. ഈ യുജിനോൾ എവിടെയുണ്ട്? ക്ലോവിന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ആൻഡ് സിനമൈൽ അസറ്റേറ്റും ഉണ്ട്. എന്തുണ്ട്? സിനമൈൽ അസറ്റേറ്റും ഉണ്ട്. അറോമാറ്റിക് ആണ്, കാർബണേറ്റീവ് ആണ്, സ്റ്റിമുലൻ്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റും ആണ് എന്നുള്ളതാണ് ഇതിന്റെ മേജർ യൂസ് പറയുന്നത് കേട്ടോ. സോ കെമിക്കൽ കോൺസ്റ്റന്റ് എന്തൊക്കെയാണ്? സിനമിക് ആൽഡിഹൈഡും യുജിനോളും ആണ്, സിനമൈൽ അസറ്റേറ്റ്. ഞാൻ കൂടുതൽ ഇങ്ങനെ വാരി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്യൂല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ബയോളജിക്കൽ സോഴ്സും കെമിക്കൽ കോൺസ്റ്റന്റ് അതുപോലെ പഠിച്ചേ പറ്റൂ. അത് ഫർദർലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് വൺ സിനമൺ ആണ്. സിനമോമം സൈലാനിക്കമാണ്. സോ സിനോണിം സിനമൺ ബാർക്ക്, സൈലോൺ സിനമോൺ, അല്ലെങ്കിൽ കാൽമി ഡൽച്ചീനി എന്ന് പറയാറുണ്ട്. സോ ബയോളജിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ഡ്രൈഡ് ഇന്നർ ബാർക്കോ ഷൂട്ട് ഓഫ് ദി കൊപ്പിസൈഡ് ട്രീസ് ഓഫ് സിനമോമം സൈലാനിക്കം. മറന്നു പോകരുത്, ഇവിടെ ശ്രദ്ധിക്കണം. ഇന്നർ ബാർക്ക് എടുക്കുന്ന ഷൂട്ട്സ് ഓഫ് ദി കൊപ്പിസൈഡ്സ് ട്രീ ഓഫ് സിനമോമം സൈലാനിക്കം. ഫാമിലി ആരാണ്? ലൊറേസി ആണ്. ഫാമിലി ലൊറേസി ആണ്. സോ നേറ്റീവ് ടു മ്യാൻമാർ, ശ്രീലങ്ക, ഇന്ത്യ തന്നെയാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ ഔട്ടർ സർഫസിൽ ഡൾ യെല്ലോയിഷ് ബ്രൗൺ ആണ് കേട്ടോ. ഇന്നർ സർഫസ് യെല്ലോയിഷ് ബ്രൗൺ ആണ്, ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ. സോ ഇതിന്റെ പുറത്ത് നോക്കുവാണെങ്കിൽ ഒരു ഡള്ള് യെല്ലോയിഷ് ബ്രൗണും അകത്ത് നോക്കുവാണെങ്കിൽ ഡാർക്ക് യെല്ലോയിഷ് ബ്രൗണും ആണ്. ഓർഡർ ഫ്രാഗ്രന്റ് ആണ്. ടേസ്റ്റ് സ്ലൈറ്റ്ലി സ്വീറ്റ്, അറോമാറ്റിക് ആണ്. ഷേപ്പ് കോമ്പൗണ്ട് ക്വിൽസ് ആണ്. നമുക്ക് ക്വിൽസ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഈ പിക്ചർ കണ്ടറിയാം, കണ്ടോ? ഈ പിക്ചറിന്റെ ആ ക്വിൽസ് കണ്ടായിരുന്നു? ആ ക്വിൽസുകളായിട്ട് ഇങ്ങനെയായിട്ടാണ് കാണാൻ പറ്റുക കേട്ടോ. സോ അതാണ് ഡിഫറൻസ് വരുന്നത്. സോ ഫ്രാക്ചർ സ്പ്ലിൻഡറി ആണ്. അത് നമുക്ക് പൊട്ടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്പ്ലിൻഡറി ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ സിനമാൾഡിഹൈഡും യുജിനോളും ഉണ്ട്. സോ കെമിക്കൽ ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. വോളറ്റൈൽ ഓയിലും ഫെറിക് ക്ലോറൈഡും ഉപയോഗിക്കുവാണെങ്കിൽ പെയിൽ ഗ്രീൻ കളർ കിട്ടും. ഇനി സിനമാൾഡിഹൈഡ് ആണെങ്കിൽ ബ്രൗൺ കളർ കിട്ടും, യുജിനോൾ ആണെങ്കിൽ ബ്ലൂ കളർ കിട്ടും. സോ ഇത് ഓരോന്നിനും ഏത് കെമിക്കൽ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. വോളറ്റൈൽ ഓയിലും ഫെറിക് ക്ലോറൈഡും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യുവാണെങ്കിൽ പെയിൽ ഗ്രീൻ കളർ. ഇനി വോളറ്റൈൽ ഓയിൽ ഇനി അടുത്തതിൽ സിനമാൾഡിഹൈഡ് ആണ് ഉള്ളതെങ്കിൽ ബ്രൗൺ കളർ കിട്ടും. ഇനി യുജിനോൾ ആണെങ്കിൽ ബ്ലൂ കളർ കിട്ടും. അങ്ങനെ തന്നെ പഠിച്ചാൽ മതിയാവും. നമുക്ക് ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ല കേട്ടോ. സോ സിമ്പിൾ ടെസ്റ്റുകളല്ലേ. സോ യൂസ് അരോമാറ്റിക് ആണ്, കാർബണേറ്റീവ് ആണ്, സ്റ്റിമുലൻ്റ് ആണ്, സ്റ്റൊമക്കിക് ആണ്, മൈൽഡ് അസ്ട്രിഞ്ചൻ്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ക്യാൻഡീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഡെൻറ്റിഫ്രൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പെർഫ്യൂമായിട്ടും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് കൊറിയാൻഡർ ആണ്. എന്താണ്? സിലൻഡ്രോ ലീവ്സ് എന്ന് പറയുന്നത്, സിലൻഡ്രോ ലീവ്സ് എന്ന് പറയാറുണ്ട്. കൊറിയാൻഡ്രം സറ്റീവം എന്നാണ് എൻ്റെ സയന്റിഫിക് നെയിം. ഫുള്ളി ഡ്രൈഡ് ഡ്രൈ ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ്, കൊറിയാൻഡർ സറ്റീവം. ഫാമിലി എന്താണ്? അംബിലിഫറ. നമുക്ക് പണ്ടേ അറിയാം. ചില സമയങ്ങളിൽ നമ്മൾ അംബിലിഫറസ് ഫ്രൂട്ട്, നമ്മുടെ സിലബസിൽ അംബിലിഫറസ് ഫ്രൂട്ടായിട്ട് ക്ലാസിഫൈ അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അലിക്ലോയിഡ് കണ്ടെയ്നിങ് ഡ്രഗ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ അങ്ങനെ പഠിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കോമൺ യൂസ് വെച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം വരിക കേട്ടോ.
സോ ഡിസ്ക്രിപ്ഷൻ യെല്ലോ ബ്രൗൺ ടു ബ്രൗൺ ആണ്, അറോമാറ്റിക് ആണ്, സ്പൈസി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സബ് ഗ്ലോബുലർ ക്രീമോ കാർപ്പസ് ഫ്രൂട്ട് ആണ്. അത് ഗ്ലോബൽ ഷേപ്പിൽ ഉണ്ടാവുക. ഫ്രൂട്ട് കാണുവാണെങ്കിൽ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ വോളറ്റൈൽ ഓയിൽ തന്നെയാണ്. 90% ഡി ലിനലൂൾ ആൻഡ് കൊറിയാൻഡ്രൂൾ ആണ്. ആൻഡ് കൊറിയാൻഡ്രൈൽ അസറ്റേറ്റ് ഉണ്ട്, എൽ ബോറോനിയോൾ ഉണ്ട്, ജെറാനിയോൾ ഉണ്ട്, ആൻഡ് പൈനീൻ ഉണ്ട് കേട്ടോ. കൊറിയാൻഡർ ലീഫിൽ വൈറ്റമിൻ എ റിച്ച് ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ എ ഒരുപാടുണ്ട്. സോ കെമിക്കൽ കോൺസ്റ്റന്റ് വോളറ്റൈൽ ഓയിൽ 90%, ഡി ലിനലോൾ ആൻഡ് കൊറിയാൻഡ്രൽ അസറ്റേറ്റ്, എൽ ബൊർണിയോൾ, ജെറാനിയോൾ ആൻഡ് പൈനീൻ ആണ്. യൂസ് പറയുകയാണെങ്കിൽ അരോമാറ്റിക്, കാർബണേറ്റീവ്, സ്റ്റിമുലന്റ്, സ്റ്റൊമക്കിക് മൈൽഡ്, അസ്ട്രിഞ്ചൻ തന്നെയാണ് വരുന്നത്. ഫ്ലേവറിങ് ഏജന്റ് ആണ്. ഇൻഗ്രീഡിയന്റ് കോമൺ സ്പിരിറ്റ് ഓഫ് ഓറഞ്ച് ആൻഡ് കാസ്കാര എലിക്സർ. സോ കാസ്കാര അല്ലെങ്കിൽ ഓറഞ്ച് എലിക്സറിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഈ കൊറിയാണ്ടറിൻ്റെ വോളറ്റൈൽ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ഡ്രഗ്സുകൾ. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആ ഒരു കീ പോയിന്റ്സ് മാത്രം പഠിക്കുന്നുള്ളത്, വെറുതെ വാരി വലിച്ച് അധികം ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട. അപ്പം നെക്സ്റ്റ് കാണാം. ബൈ.